നിലമ്പൂർ ആശാവർക്കർമാർ നടത്തുന്ന പ്രതിഷേധം 12-ാം തീയതി തുടങ്ങി വയ്ക്കുകയാണ്. അതിനുശേഷം അവിടുത്തെ ആളുകൾ അത് ചെയ്തുകൊള്ളും. കാരണം 121 ദിവസമായി ആശാമാർ ഈ തെരുവിൽ സെക്രട്ടേറിയറ്റ് തടൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഇരുന്ന് സമരം ചെയ്തു. പക്ഷേ ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാനോ പരിഗണിക്കുവാനോ ഒന്നും തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുകൾ മാത്രമേ മുന്നോട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ആ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി അടക്കം ഈ സമരത്തെ വലിയ തോതിൽ ആക്ഷേപിച്ച വ്യക്തിയാണ്. അവരവിടെ സ്ത്രീപക്ഷവും അല്ലെങ്കിൽ തൊഴിലാളി പക്ഷത്തെക്കുറിച്ചുമൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ സംസാരിക്കുന്നത്. ഞങ്ങൾ തൊഴിലാളികളായിരിക്കുന്ന ആളുകളെ പരിഗണിക്കാതെ, സ്ത്രീകളെ പരിഗണിക്കാതെ, സ്ത്രീകളെ ഇത്രമേൽ അധിക്ഷേപിക്കുകയും ഈ സമരം 121 ദിവസമായിട്ട് പരിഹരിക്കുവാൻ തയ്യാറാകാത്ത ഗവൺമെൻറ് ഒരു തൊഴിലാളി ഗവൺമെൻറ്റല്ല, ഒരു ജനാധിപത്യ ഗവൺമെൻറ്റല്ല, മനുഷ്യത്വ വിരുദ്ധമായ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് പോകുന്നത്. മെയ് 5-ാം തീയതി ആരംഭിച്ച ആ സമരയാത്ര ഇന്ന് പത്തനംതിട്ടയിൽ എത്തിയിരിക്കുന്നു. നാളെ കൊല്ലത്ത് പ്രവേശിച്ച് 3 ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വരികയാണ്. 18-ാം തീയതി മഹാറാലി, അത് കേരളം കണ്ടിട്ടില്ലാത്ത അത്രയുള്ളൊരു വലിയൊരു പങ്കാളിത്തത്തോടു കൂടിയുള്ളൊരു പ്രത്യേകിച്ചും ഇതുപോലൊരു സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന സമരത്തിൽ വലിയ പങ്കാളിത്തത്തോടുള്ളൊരു യാത്രയാണ് വരുന്നത്. അത് വലിയൊരു സ്വീകരണം ഇവിടെ ഉണ്ടാകും. സമരം വളരെ ശക്തമായി അത് കഴിഞ്ഞ് തുടരും. അതെ, ഞങ്ങൾ വീടുകൾ കയറി ഇറങ്ങിയുള്ള ഒരു പ്രചാരണം തന്നെയാണ്. പ്രത്യേകിച്ചും സ്ത്രീകളെ കാണുക എന്നുള്ളതാണ്. അവിടുത്തെ ആശമാർ ഇതിനോടകം തന്നെ നിലപാടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത്, ഇപ്പോൾ ആശമാരെ അപമാനിച്ച് ആളുകൾക്ക് വോട്ടില്ല. ജനങ്ങൾക്ക് ആരെ വേണം ചൂസ് ചെയ്യാം, അത് അവരുടെ ചോയ്സാണ്. മറിച്ച് ആശാ വർക്കർമാരെ ഇത്രമേൽ അപമാനിച്ച, ഇത്രമേൽ അവഗണിച്ച, ഇത്രമേൽ പരിഹസിച്ച ആളുകൾക്ക് വോട്ടില്ല.